കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകരുകയും ചെയ്തു. കുട്ടിയുടെ അമ്മ നമുക്കൊപ്പം ന്യൂസ് 8-നൊപ്പം ചേരുന്നു. എന്താണ് പറ്റിയത് മകന്? ഇതിൽ നിങ്ങൾ ഏത് തരത്തിലാണ് പരാതിയും കേസും കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ പയ്യോളിയിൽ നിന്നുള്ള വാർത്തയാണ്. 8ാം ക്ലാസ്സുകാരനാണ് ക്രൂരമർദ്ദനമേറ്റത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മകനും ആ കുട്ടിയും കുട്ടിയുടെ അമ്മ കൂടിയാണ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമെന്ന് കരുതുന്നു. രണ്ടുപേർക്കും കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള മർദ്ദനമാണ് ഇത്? ഏത് തരത്തിലുള്ള മർദ്ദനമാണ് ഇത്? എന്തായിരുന്നു കാരണം? നിങ്ങൾ എങ്ങനത്തെയുള്ള ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മള് 4 കുട്ടികൾ ചേർന്ന് അടിക്കുകയായിരുന്നു. 1-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 7 മണി സമയത്ത്. അപ്പം അങ്ങനെ നമ്മൾ പയ്യോളി സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ നിന്നൊരു പ്രതികരണം ഇല്ലാത്തതിനാൽ വടകര SP സാർക്ക് പരാതി കൊടുത്ത 13-ാം തീയതി. അതിനുശേഷം അന്ന് എന്താന്നുള്ളത് ഇതുവരെ തീരുമാനമായിക്കില്ല. കേസായിക്കോ എന്നുള്ളത് അറിയൂല. ഇവര് നേരത്തെയും ഇങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടരാണോ? ഇത് എന്താണ് ഇങ്ങനെ ഒരു ഇത്രയ്ക്ക് അവര് വലിയൊരു മർദ്ദനത്തിലേക്ക് പോയത്? എന്തായിരിക്കും കാരണം? മകൻ എന്താണ് പറയുന്നത്? മകനെ അറിയാത്ത കുട്ടികളാണിത്. അവന് ഒരു പേരറിയില്ല, ഇത് സ്കൂളാണ് പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പയ്യോളി സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് അറിഞ്ഞത്. അവരൊരു വീഡിയോ, അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മളെ കയ്യിലെത്തി. അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അടിച്ചിട്ടില്ല. കുട്ടിനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് 1-2 അടി അടിച്ച് ഭീഷണിപ്പെടുത്തിയാ പോയത്. പക്ഷെ ഇവനവിടെ കളിക്കാൻ പോകുന്ന ഒരു ഇതില് അവർക്ക് അവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവനൊറ്റക്ക് കിട്ടിയ ഇതിൽ 4 പേര് കൂടി ഇവനെ പിടിച്ച് ആ ചെറിയ സൈഡിലുള്ള റോഡുമ്പിൽ കൊണ്ടുപോയിട്ടാണ് അടിച്ചത്. സ്കൂളും പേരും ചോദിച്ചിട്ട് അടിച്ചതെന്ന് മോൻ പറഞ്ഞു. ഈ 1 മാസം മുമ്പ് എന്തായിരുന്നു ഉണ്ടായ വിഷയം? എന്തായിരുന്നു ഈ 1 മാസം മുൻപ് എന്തിനാണ് അടിച്ചത്? 1 മാസം നന്ദിയില് വേറൊരു കുട്ടീനെ അടിച്ചേക്ക് ഇവരെ കൂട്ടത്തിലുള്ള കുട്ടി. പക്ഷെ അവര് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അവര് ഇതുപോലെയുള്ളൊരു അടിയല്ല, കുട്ടികൾ തമ്മിലുള്ള ഒരു അടി പോലെ ഇവരെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അടിച്ചെന്ന് പറഞ്ഞു. അവര് അതൊന്നും അറിയില്ല, കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഗൗരവത്തിലെടുത്തിക്കില്ല. പക്ഷെ ഇത് നമ്മള് വീഡിയോ കണ്ട സ്ഥിതിക്കാൻ ഇത്രയും ഗൗരവമെന്നുള്ള മനസ്സിലായതിനു ശേഷമാണെന്നല്ല. അതിന്റെ മുന്നേ എനിക്ക് 4 ആള് കൂടി അടിച്ചതാന്നുള്ളൊരിതിൽ ഒന്നും അറിയാത്ത കുട്ടികളെന്ന് വെച്ചാൽ നമ്മൾ പരാതി കൊടുത്ത് 1-ാം തീയതി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിറ്റേന്നാണ് വീഡിയോ കിട്ടുന്നത്. അതിനുശേഷമാണ് ഇത്രയും ഇതിൽ നമ്മൾ 13 ദിവസം പയ്യോളി സ്റ്റേഷനിൽ പോവുകയും അതിന് മെനക്കെട്ടിട്ട് നമുക്കൊരു അതിനുള്ള നീതിയും കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ 13-ാം തീയതി SP ഓഫീസിൽ പോയതിനു ശേഷമാണ് സാറാണ് അവിടുന്ന് വീഡിയോ എല്ലാം ഫുള്ള് കണ്ടിട്ട് ഇത് കേസാക്കണമെന്ന് പറഞ്ഞത്. അത്രയും ദിവസം ഇതിൽ കേസൊന്നും എടുത്തില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പോലീസ് അല്ലേ? ഇല്ല. ഇതിപ്പോ ഏത് ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത്? വേറെ കേസുണ്ട്, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അവിടുന്ന് ENT ഡോക്ടർമാർ നോക്കി. കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ ENT ഡോക്ടർമാർ നോക്കി. അവര് പറഞ്ഞ് ഇങ്ങനെ പിന്നെ 2 ആഴ്ച തീരെ തല കുളിക്കാൻ പാടില്ല, 3 മാസം റെസ്റ്റ് വേണം, ഇല്ലെങ്കിൽ 6 മാസം, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിക്ക്. ശ്രദ്ധിക്കാനും പുറത്ത് പോകാനൊന്നും പറ്റൂല. പിന്നെ നമ്മള് കോഴിക്കോടും കാണിച്ചിക്ക് 2-3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിക്ക്. ചെവിക്കൊക്കെ ആയതുകൊണ്ട്. അതായത് ഇനിയിപ്പോ കൂടുതൽ ട്രീറ്റ്മെന്റ് നടത്തണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? കേൾവി ശക്തിക്ക് പ്രശ്നം വരുന്ന രീതിയിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ എന്താന്ന് അറിയില്ല. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കാണിക്കൊക്കെ വേണം ഇനിയും. ഇപ്പൊ ഇതുവരെ ഒരു തുള്ളി മരുന്ന് പോലും ഉറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചെവിയില്. ഡോക്ടർമാർ തന്നാൽ പോലും, വേറെ ഏതെങ്കിലും ഡോക്ടർമാർ അസുഖത്തിന് കാണിച്ച് തന്നാൽ പോലും ഇറ്റിക്കാൻ പാടില്ല. ഒന്ന് ENT ഡോക്ടർ പറഞ്ഞു.
ഇപ്പൊ ഈ അന്വേഷണം ഇപ്പൊ പരാതി അവസാനം എടുത്തല്ലോ, അപ്പൊ പോലീസിന്റെ അടുത്ത് ഇപ്പോഴും പോലീസ് നീതി കാണിക്കുന്നില്ല എന്നാണ് കരുതുന്നത് അല്ലേ? ഇല്ല അതിന് സാറെ കണ്ട് സംസാരിച്ച് സാറ് കേസാക്കണമെന്ന് പറഞ്ഞെന്നല്ലാണ്ട് പിന്നെ അതിനുശേഷം ഒരു മറുപടിയും കിട്ടിയില്ല. ഞാനും പിന്നെ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ലീവിലാണ് എന്നാണ് പറഞ്ഞത്. ഇനി എന്തെല്ലോ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്, നമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ. മൊഴിയെടുക്കലെടുത്തതാ ബസ്സിൽ, പിന്നെ അങ്ങനല്ല പറഞ്ഞത്. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക അങ്ങനത്തെ ഒരു ഇതിൽ നമുക്കൊരു നീതിയില്ല. അവര് കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ നമ്മളോട് പെരുമാറിയത്. ഈ കുട്ടികൾ, ഈ മർദ്ദിച്ച കുട്ടികൾ ആരാണ് എന്നുള്ള കാര്യമൊക്കെ പോലീസിന് വ്യക്തമല്ലേ? അല്ലേ, പോലീസിന് അതറിയാമല്ലോ അല്ലെ ഇപ്പോഴും ആരൊക്കെയാണോ എന്നുള്ളതും? അവര് എന്നോട് പറഞ്ഞ ഞാൻ ഇപ്പോഴറിയാം, ഓലിക്കറിയാം. പക്ഷെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ബസ്സിൽ മൂന്നാമത് ഞാൻ പോയ നിങ്ങൾ അഡ്രസ്സ് വാങ്ങി ഫോൺ നമ്പർ വാങ്ങിത്തരണം, അന്വേഷിക്കണം. ആ പോലീസ് സ്റ്റേഷന് പരിസരത്ത് തന്നെയുള്ള കുട്ടികളാണ് എല്ലാവരും സ്കൂളിനോ. പക്ഷെ ഒരാളെ നമ്പർ ഞാൻ കൊടുത്തിട്ട് പോലും അവര് അന്വേഷിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. പിന്നെ അല്ലെങ്കിൽ അവർ വേറെന്തോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പിന്നെ തരികിട കളിച്ചെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഉള്ളത് അവര് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, കുട്ടികളെ കേസ് എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വേറെ കേസുണ്ട്, ഇങ്ങനെയുള്ള സംസാരത്തിലാണ് നമ്മളങ്ങനെ ഓരോ പ്രാവശ്യം അവരെ മുടക്കി ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് മടക്കുക. അവിടെ നീതി കിട്ടിയില്ലാന്ന് കണ്ടപ്പോഴാണ് നമ്മള് SB ഓഫീസർ ഇല്ല സ്കൂളിൽ പോകുന്നില്ല. ഈ സംഭവത്തിന് ശേഷം പിന്നെ പോയിട്ടേ ഇല്ല ക്ലാസ്സിലല്ലേ? പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്? ഇല്ല പോയിട്ടില്ല. ഇല്ല, ഇനിയിപ്പോ എക്സാം ആയില്ലേ, എന്താന്ന് അറിയില്ല. ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. പരീക്ഷ എഴുതുന്നുണ്ടോ? നമ്മള് പരീക്ഷ എങ്ങനെയാന്ന് അറിയില്ല. 24-ാം തീയതിയാണ് പരീക്ഷ. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള, കയ്യിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. സാറുമായിട്ട് സംസാരിക്കണം, ക്ലാസ് ടീച്ചറുമായിട്ട്, HM ആയിട്ടും CKG-യില്. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും വന്ന് പോയതാ അങ്ങനെ കാണാൻ വേണ്ടി. ഏതെങ്കിലും ഇപ്പോ ജനപ്രതിനിധികളെ ആരെങ്കിലും കണ്ട് ഈ വിഷയം പറയാനെങ്ങാനും നോക്കിയിരുന്നോ? അവിടെയുള്ള ആരെവിടെങ്കിലും ഈ പോലീസ് ഇത്രയും ദിവസം ഇത് കേസെടുക്കാതിരുന്ന സമയത്തെ ആൾക്കാരെ കൂടുതൽ ഇടപെടിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായിരുന്നോ? ഇല്ല, ആരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെങ്ങോട്ട് പിന്നെ ഒരാൾ വിളിച്ചിന്നലെ ഞാൻ അന്വേഷിക്കുക എന്താ എന്നുള്ളത്, അല്ലാണ്ട് വേറെ ആരും ഇടപെട്ടിട്ടില്ല. നമ്മളടുത്തുള്ള ഒരാള് നമ്മളൊന്നും അറിയുന്നില്ല എന്നുള്ളതിൽ നമ്മളോട് പറഞ്ഞിട്ട് മൂപ്പറ് അന്വേഷിക്കാന്നെല്ലാം പറഞ്ഞു. അല്ലാണ്ട് ആരും നമ്മളെ കൂടെ വരാനോ ഒന്നിനും നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല. പുറത്തുനിന്നുള്ള സഹായവും കിട്ടിയിട്ടില്ല നിങ്ങൾക്കല്ലേ? അതായത് ഇങ്ങനെ ഒരു വിഷയമായിട്ട് പുറത്തുനിന്നുള്ള സഹായവും കിട്ടിയിട്ടില്ല, അങ്ങനെ ആരും സഹായിച്ചില്ല? ഇല്ല. പോലീസ് കേസ് എടുക്കണം, എന്തായാലും പോലീസ് കേസെടുത്ത് ഒരാള് നമ്മളോട് സംസാരിച്ചത്. പോലീസ് കേസ് എടുക്കുന്നത് വരെ ഈ ആവശ്യമായിട്ട് മുന്നോട്ട് പോകും. 2 ദിവസം മുന്നേ ഒരാൾ നമ്മളെ അതെ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാ തീരുമാനം. ഏതായാലും നന്ദി. നമ്മൾ ഈ വിഷയം ഏതായാലും ഇത് ജനങ്ങളുടെ മുന്നിലും കൂടെ എത്തുകയാണ്. പയ്യോളിയിൽ ഉണ്ടായിരിക്കുന്ന മർദ്ദനം, 8ാം ക്ലാസ്സുകാരനെതിരെ മർദ്ദനമുണ്ടായിരിക്കുന്നു. ആ കുട്ടിയുടെ കർണപടം തകർന്നിരിക്കുന്ന അവസ്ഥ. ഇത്രയും ദിവസങ്ങൾ 9-10 ദിവസത്തോളമായി ആ കുട്ടി സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ല. പരീക്ഷ എഴുതാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോഴും ഇതുവരെ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത് അന്വേഷിക്കുന്ന ഓഫീസർ ലീവിലാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാട്ടുകാരുടെ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഒന്നും സഹായം ലഭ്യമായിട്ടുമില്ല എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. പോലീസ് കൃത്യമായ അനാസ്ഥയാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരുന്നത്. ഒരു തർക്കവുമില്ല. 10 ദിവസമായിട്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്ത് പോലീസ് അന്വേഷണം പോലും നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ കേസുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇത് നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്നാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പരീക്ഷാകാലം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരം നീതിക്കായിട്ട് ഒരു പോരാട്ടത്തിന് നടക്കേണ്ട കഷ്ടകാലം ആ 8ാം ക്ലാസ്സുകാരനും ഒപ്പം ആ കുട്ടിയുടെ അമ്മയ്ക്കും ഉണ്ടാവുന്നത്.
ആ അമ്മയുടെ പ്രതികരണം കൂടിയാണ് ന്യൂസ് 18-ലൂടെ കേട്ടത്. വേണ്ട നടപടിയിലേക്ക് പോലീസ് കടക്കണം. ഈ അനാസ്ഥ കേരള പോലീസിന് നാണക്കേടാണ് എന്നുകൂടി പറയുന്നു.